സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി എൻ ശേഷാദ്രിനാഥനെ നിയമിക്കുന്നതിൽ UDF-ൽ പൊട്ടിത്തെറിയാണ്. ശേഷാദ്രിനാഥന്റെ മതമല്ല മെറിറ്റാണ് പരിശോധിക്കേണ്ടതെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മന്ത്രി KM ഷാജി. ഒരാളെ വർഗീയവൽക്കരിക്കേണ്ടതില്ല എന്നും അതിന് കൂട്ടുനിൽക്കാനാകില്ല എന്നും KM ഷാജി പറഞ്ഞു. ശേഷാദ്രിനാഥൻ കമ്മീഷണറായാൽ വോട്ടു ചോരി ഉണ്ടാകുമോ എന്ന ആശങ്കയുണ്ടെന്നാണ് KPCC ജനറൽ സെക്രട്ടറി PM നിയാസിന്റെ വാദം. താൻ പറയുന്നത് തെറ്റാണെന്ന് തെളിയിക്കാൻ മന്ത്രിയെ PM നിയാസ് വെല്ലുവിളിച്ചു. അല്ലല്ല, ഞാൻ അറിയാതെ വന്നൊന്നുമല്ല, അറിഞ്ഞിട്ട് വന്നതല്ല. അത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ. അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഒന്നും ഞാൻ ഒഴിയണില്ല. ഞങ്ങൾ ക്യാബിനറ്റിൽ വളരെ കൃത്യമായി ആലോചിച്ചെടുത്ത തീരുമാനമാണ്. എൻ്റെ പറയാനുള്ളതൊക്കെ ഞാൻ വിശദമായിട്ട് പറഞ്ഞു. ഇനി എന്തേ പറയണമെങ്കിൽ നിങ്ങൾ മുഖ്യമന്ത്രിയോട് ചോദിക്കുക. എന്നോട് ഇനി അതിൽ ചോദിച്ചാൽ പറഞ്ഞതിനപ്പുറത്ത് പറയാനോ മാറ്റി പറയാനോ ഞാൻ തയ്യാറുമല്ല. ഒരാളുടെ പേര്, ഒരാളുടെ താടി, ഒരാളുടെ തൊപ്പി, അയാളുടെ പൊട്ട്, അയാളുടെ നിസ്കാരത്താഴമ്പ്, ഇതൊക്കെ ഈ മതവുമായി കൂട്ടി വെക്കാൻ പാടുണ്ടോ? എന്തിനാണ് ഇന്നത്തെ കാലത്ത് ഒരാൾ ഇങ്ങനെ വർഗീയവൽക്കരിക്കുന്നത്? നിയാസിനെ ഇന്നലെ ഞാൻ കണ്ടിരുന്നു. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞത് നിയാസിനെതിരെ ഷാജി എന്നെ പിന്നത്തെ വാർത്ത. ഞാനങ്ങനെ എതിരാവേണ്ട കാര്യം പ്രത്യേകിച്ച് നിയാസുമായിട്ടൊന്നും ഒന്നുമില്ല. ഞാൻ ഇന്നലെ പോലും നിയാസുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെക്കുമ്പോൾ അത് ഉണ്ടാക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത്. വോട്ട് ചോരി സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള കരുതലാണ് ഞാൻ പറയുന്നത്. ഞാൻ ബഹുമാനപ്പെട്ട ഷാജിയെ വെല്ലുവിളിക്കുന്നു. ഞാൻ പറയുന്നത് തെറ്റാണെന്ന് അദ്ദേഹം തെളിയിച്ചാൽ അദ്ദേഹം പറയുന്ന പണിയെടുക്കാൻ ഞാൻ തയ്യാറാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ഞാൻ കത്ത് കൊടുക്കുകയാണെന്ന്, നേരിട്ട് പോയി കത്ത് കൊടുക്കുകയാണെന്ന് രാത്രി. അദ്ദേഹം അക്കാര്യത്തിൽ തീരുമാനമെടുക്കട്ടെ. ഈ 15 കൊല്ലമായി അദ്ദേഹം സംഘി പ്രവർത്തനത്തിന് മുന്നോട്ട് പോയിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ആശയങ്ങൾ സംഘിയുടെ താല്പര്യങ്ങളുണ്ടോ? ഹൈക്കോടതിയിലെ അഭിഭാഷക പരിഷത്തിന്റെ ആൾക്കാർ എന്താ പറഞ്ഞത്? അത് ഹിന്ദുത്വ സെന്റിമെന്റുമായി ജീവിക്കുന്ന ആളാണെന്ന് നിങ്ങൾ കണ്ടല്ലോ, ഞാൻ പറഞ്ഞതല്ലല്ലോ. PS രഞ്ജിത്തും നോബൽ മാരിക്കാരനുമാണ് ചേരുന്നത്. രഞ്ജിത്ത്, നിയാസുമായി എന്ത് പ്രശ്നം എന്നാണ് ഷാജി ചോദിച്ചത്. പക്ഷേ നിയാസിന്റെ മറുപടിയിൽ കാര്യങ്ങൾ വ്യക്തമാണ്. ഷാജി എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടിയാണ് നിൽക്കുന്നത് എന്ന ചോദ്യം ഉയർത്തുന്നു. ഷാജിയെ, മന്ത്രിയെ വെല്ലുവിളിക്കുന്നു. അപ്പോൾ ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. മന്ത്രിയും KPCCയുടെ മുതിർന്ന നേതാവും തമ്മിലാണ് ഈ വാഗ്വാദങ്ങൾ പരസ്യമായി നടക്കുന്നത്. വിനിത, പല മാനങ്ങളുള്ള വിവാദമാണ്. മന്ത്രിയും KPCC ജനറൽ സെക്രട്ടറിയും നേർക്കുനേർ എന്നതിനേക്കാൾ അപ്പുറത്ത് VD സതീശനും KPCC ജനറൽ സെക്രട്ടറിയും നേർക്കുനേർ എന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള PM നിയാസ് KC വേണുഗോപാലുമായി വളരെ അടുത്ത ബന്ധമുള്ള നേതാവ് കൂടിയാണ്. ഏതായാലും കോൺഗ്രസിനകത്തും മുന്നണിക്കകത്തും പലവിധ മാനങ്ങളുള്ള ഒരു വിവാദം ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയമനവുമായി ബന്ധപ്പെട്ടാണ്. ശേഷാദ്രിനാഥൻ ഒരു RSSകാരനാണ്, അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂല നിലപാട് സ്വീകരിക്കുന്ന വ്യക്തിയാണ് എന്നുള്ളതാണ് PM നിയാസിന്റെ ഏറ്റവും ഗൗരവമുള്ള ഒരു ആരോപണം എന്ന് പറയുന്നത്. അതിന് തെളിവുകളായി ഈ ശേഷാദ്രിനാഥന്റെ പ്രതികരണങ്ങളും ഫേസ്ബുക്ക് പോസ്റ്റുകളും ഒക്കെയാണ് PM നിയാസ് ഉയർത്തിക്കാണിക്കുന്നത്. അദ്ദേഹത്തിന്റെ നെറ്റിയിലെ കുറിയുമൊക്കെ അതിന് ഉപോത്ഫലകമായി അദ്ദേഹം സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. KM ഷാജി പറയുന്നത് ഒരാളുടെ നെറ്റിയിലെ കുറിയും നിസ്കാരത്തയമ്പും ഒക്കെ വർഗീയതയുമായി കൂട്ടിക്കെട്ടുന്നതിനോട് യോജിപ്പില്ല. അദ്ദേഹത്തെ നിയമിച്ചത് മന്ത്രിസഭ അറിഞ്ഞുകൊണ്ടാണ്. മന്ത്രി എന്ന രീതിയിൽ KM ഷാജിയും അറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അക്കാര്യത്തിൽ വിവാദത്തിന് ഇടമില്ല. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് VD സതീശൻ പറയട്ടെ. കാരണം VD സതീശനാണ് അപ്പോയിന്റ്മെന്റ് അതോറിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ഈ വിശദീകരണത്തിൽ ഒന്നും തന്നെ തൃപ്തനല്ല PM നിയാസ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. RSS ബന്ധമുള്ള ആളാണ് ശേഷാദ്രിനാഥൻ എന്ന തന്റെ ആരോപണം അത് തെളിയിക്കും എന്നുള്ളതാണ്. അതിനെതിരെ എന്തെങ്കിലും തെളിവുകളുണ്ടെങ്കിൽ KM ഷാജി ഹാജരാക്കട്ടെ. താൻ പറയുന്ന കാര്യം തെറ്റാണ് എന്ന് KM ഷാജി തെളിയിച്ചാൽ താൻ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. ഷാജി പറയുന്ന എന്തും ചെയ്യും എന്നുള്ളതാണ് PM നിയാസിന്റെ വെല്ലുവിളി എന്ന് പറയുന്നത്. രഞ്ജിത്ത്, ഇതിൽ നമ്മൾ പല മാനങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോൾ PM നിയാസും ഒരാളെ നോമിനേറ്റ് ചെയ്തിരുന്നു. അത് പരിഗണിക്കപ്പെട്ടില്ല എന്നതുകൂടി ഒരു വിഷയമാണെന്ന് തോന്നുന്നു അല്ലേ? മാത്രമല്ല, ഇന്നിപ്പോൾ ആഭ്യന്തരമന്ത്രിയെ നേരിൽ കാണാൻ പോയിരിക്കുകയാണ് അദ്ദേഹം. ഒരു ഇന്റലിജൻസ് അന്വേഷണം വേണം ഇതിൽ എന്നതൊക്കെയാണ് പറയുന്നത്. വിനിത, അതാണ് സൂചിപ്പിച്ചത്. 4 പേരുടെ പട്ടിക പരിഗണിക്കപ്പെട്ടിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ PM നിയാസ് തന്നെ മുന്നോട്ട് വെച്ച നേരത്തെ LSGDയുടെ ട്രിബ്യൂണലായിട്ടുണ്ടായിരുന്ന K സോമന്റെ പേരുണ്ടായിരുന്നു. ആ K സോമനെ ഉൾപ്പെടെ തടഞ്ഞുകൊണ്ടാണ് ശേഷാദ്രിനാഥിന്റെ പേരിലേക്ക് എത്തിയത്. KM ഷാജിക്ക് പ്രത്യേക താല്പര്യം ശേഷാദ്രിനാഥിന്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ K സോമനെ തടഞ്ഞതിലുള്ള ഒരു അതൃപ്തി അത് PM നിയാസിനുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ശേഷാദ്രിനാഥന്റെ സംഘപരിവാർ ബന്ധമൊക്കെ എടുത്ത് ഇപ്പോൾ പ്രയോഗിക്കാനുള്ള കാരണം VD സതീശന്റെ നിയമന അതോറിറ്റി VD സതീശനാണ് എന്നുള്ളത് കൂടിയുണ്ട്.
ഏതായാലും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല ഇക്കാര്യത്തിൽ PM നിയാസിനൊപ്പം നിൽക്കുമോ അതോ VD സതീശന്റെ നിലപാടിനൊപ്പം നിൽക്കുമോ എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഇതിൽ അന്തിമമായ ഒരു അഭിപ്രായം പറയേണ്ടത് മുഖ്യമന്ത്രി VD സതീശൻ തന്നെയാണ്. RSS ബന്ധമുള്ള ഒരാളെ അങ്ങനെ സംസ്ഥാനത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാക്കി വെക്കുമ്പോൾ അതിന്റെ വരും വരായികളെ കുറിച്ച് സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രി ചിന്തിക്കും. കാരണം ഇപ്പോൾ ഡീലിമിറ്റേഷൻ വരാൻ പോകുന്നു, ഇവിടുത്തെ മണ്ഡലങ്ങളുടെ പുനർനിർണയം വരാൻ വേണ്ടി പോകുന്നു. അതിലൊക്കെ മുന്നണിക്കും പാർട്ടിക്കും ഒക്കെ ഒരു അധീശത്വം, ആധിപത്യം ഉണ്ടാവണമെങ്കിൽ അവർ പറയുന്നത് അനുസരിക്കുന്ന ഒരാൾ വേണം അവിടെ നിയമിക്കപ്പെടാനെന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയമനത്തിൽ മുഖ്യമന്ത്രിക്കും അതുപോലെ ചില മന്ത്രിമാർക്കും നേതാക്കന്മാർക്കും ഒക്കെ പ്രത്യേക താല്പര്യമുണ്ടാവും. ആ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാവണം നിയമിച്ചിട്ടുള്ളത്. അതൊരിക്കലും BJPയുടെ താല്പര്യത്തിനനുസരിച്ചാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഏതായാലും PM നിയാസ് അത്തരത്തിലൊരു അഭിപ്രായ പ്രകടനം ആരോപണമായി ഉന്നയിക്കുമ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ പല മാനങ്ങളുണ്ട്. അതാണ് രമേശ് ചെന്നിത്തല ഇനിയിപ്പോൾ നിയാസിനൊപ്പം നിൽക്കുമോ എന്ന് കൂടി അറിയണം. നോബൽ മാരിക്കാരനുണ്ട്. നോബൽ, ഈ പറഞ്ഞ കാര്യങ്ങളിലൊന്നും കഴമ്പില്ല എന്ന് നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പറയുന്നതാണ് കണ്ടത് മന്ത്രി. വോട്ട് ചോരിക്കൊക്കെ സാധ്യതയുണ്ട് എന്നാണ് PM നിയാസ് ആശങ്കയായി പറയുന്നത്. പക്ഷെ അതിന് പിന്നിൽ ഉള്ള രാഷ്ട്രീയം, പല കാര്യങ്ങൾ അതൊക്കെ രഞ്ജിത്ത് വിശദീകരിക്കുകയായിരുന്നു. മന്ത്രി ഏതായാലും തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. താൻ കൂടി അറിഞ്ഞിട്ടാണ് ഇത്തരം തീരുമാനങ്ങൾ എടുത്തത് എന്ന് കൂടി പറഞ്ഞു വെക്കുകയാണ്. വിനിത, മന്ത്രി KM ഷാജി എന്താണെങ്കിലും N ശേഷാദ്രിനാഥിന്റെ നിയമനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അദ്ദേഹം നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഒന്നും മന്ത്രിസഭ ആലോചിച്ചാണ് ഇങ്ങനെ തീരുമാനം എടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ തന്റെ അറിവ് ഇതിൽ ഉണ്ട് എന്ന് മന്ത്രി ഉറപ്പിച്ചു പറയുന്നു. മുഖ്യമന്ത്രി അടക്കമുള്ള കാര്യത്തിൽ നടന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ശേഷാദ്രിനാഥൻ ജഡ്ജായിരുന്നു, വക്കീലായിരുന്നു. ഒരാളെ വർഗീയവൽക്കരിക്കേണ്ടതില്ല എന്നാണ് KM ഷാജി ഇന്നിപ്പോൾ പ്രതികരണമായി പറയുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി ചോദിച്ചോളൂ എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. അതായത് തനിക്ക് പ്രത്യേക താല്പര്യങ്ങൾ ഇക്കാര്യത്തിൽ ഇല്ല എന്നാണ് KM ഷാജി ഇതിൽ വ്യക്തമാക്കുന്നത്. തന്റെ അറിവ് ഇക്കാര്യത്തിലുണ്ട്. മന്ത്രിസഭയിൽ കൃത്യമായി തന്നെ കൂടിയാലോചനകൾ നടന്നിട്ടുണ്ട്. ഇതൊരു കൂട്ടുത്തരവാദിത്തത്തിൽ എടുത്ത തീരുമാനമാണ് എന്നുകൂടി ഇതിൽ പറഞ്ഞു വെക്കുകയാണ്. അതായത് UDF സർക്കാരിന്റെ ഒരു തീരുമാനം, കൂട്ടായിരുന്ന തീരുമാനമാണ് N ശേഷാദ്രിനാഥിന്റെ നിയമനം എന്നാണ് ഇപ്പോൾ ഇതിൽ KM ഷാജി വ്യക്തമാക്കുന്നത്. ഇതിലെന്താണെങ്കിലും മുഖ്യമന്ത്രിയുടെ ഭാഗത്തുകൂടി ഇപ്പോൾ മറുപടി വരേണ്ടതുണ്ട് എന്നുകൂടി നമ്മൾ എടുത്തു പറഞ്ഞു. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ അറിഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ PM നിയാസ് അടക്കമുള്ള ആളുകൾ ഈ പറഞ്ഞ സംഘപരിവാർ ബന്ധവും അതോടൊപ്പം തന്നെ വോട്ടുകളിലടക്കമുള്ള വിഷയങ്ങളൊക്കെ ഭാവിയിൽ ഉണ്ടാകാം എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇതിനെ ഇപ്പോൾ എതിർക്കുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി കൂടി ഇതിൽ പറയുന്ന നിലപാട് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കും. മുഖ്യമന്ത്രിയുടെ അറിഞ്ഞുകൊണ്ടാണ് തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് ഇതിൽ KM ഷാജി അടിവരയിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. വിനീത, ശരി. റോഷിപാൽ കൂടി ചേരുകയാണ്. റോഷിപാൽ, നിയമനങ്ങളൊക്കെയും പൊള്ളുന്ന നിലയിലേക്കാണോ കാര്യങ്ങൾ എത്തുന്നത്? മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം പ്രതിഷേധമുണ്ട്. അത് സ്വന്തം പാർട്ടിയിൽ നിന്ന് തന്നെ പ്രതിഷേധം ഉയരുമ്പോഴും ശേഷാദ്രിനാഥന്റെ നിയമനവുമായി മുന്നോട്ടു പോകാൻ തന്നെയാണോ മുഖ്യമന്ത്രിയുടെ തീരുമാനം? ഈ കൂടിയാലോചന നടന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് പാർട്ടിക്ക് അകത്തു നിന്ന് ഇത്തരത്തിൽ പൊട്ടിത്തെറികളും പ്രതികരണങ്ങളും ഒക്കെ ഉണ്ടാകുന്നത്? റോഷിപാൽ. വിനിത, സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി N ശേഷാദ്രിനാഥിനെ നിയമിക്കുമ്പോൾ അത് പാർട്ടിയിലോ മുന്നണിയിലോ കൂടിയാലോചന നടന്നിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് KPCCയുടെ ജനറൽ സെക്രട്ടറി PM നിയാസ് തന്നെ ഇത് സംബന്ധിച്ച പുനഃപരിശോധന വേണമെന്ന ആവശ്യമുയർത്തി KPCC അധ്യക്ഷന് പരാതി നൽകിയത്. അതിൽ നിയാസ് തന്നെ ചൂണ്ടിക്കാണിക്കുന്ന അതീവ ഗൌരവമായ വിഷയമാണ്. കാരണം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സ്വാഭാവികമായും മണ്ഡലം പുനർനിർണയ കമ്മിറ്റിയിൽ അംഗമായിരിക്കും. മണ്ഡലം പുനർനിർണയത്തിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുമ്പോൾ അവിടെ BJPയുമായി ബന്ധമുള്ള ഈ RSSുമായി ബന്ധമുള്ള ശേഷാദ്രിനാഥ കോൺഗ്രസിന് എതിരായുള്ള നിലപാട് സ്വീകരിക്കാൻ സാധ്യതയുണ്ട്. അത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടി ഉണ്ടാകും. അത് വെല്ലുവിളിയാണ് എന്നാണ് നിയാസ് ചൂണ്ടിക്കാട്ടുന്നത്. അതുകൊണ്ടാണ് ശേഷാദ്രിനാഥിന്റെ നിയമനത്തിൽ നിന്നും പിൻവാങ്ങണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്ത് അത് ഗവർണറുടെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞു. ആ ശുപാർശയിൽ ഗവർണർ വൈകാതെ തീരുമാനമെടുക്കുകയും ചെയ്യും. ശേഷാദ്രിനാഥിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം CPMുമായി ചേർന്ന് പിന്നീട് BJPയുമായി ചേർന്നൊക്കെയുള്ളതാണ്. അതുകൊണ്ട് അത് വലിയ തെറ്റായി മാറും. പിന്നീട് തദ്ദേശ തെരഞ്ഞെടുപ്പിലും UDFന് വെല്ലുവിളിയാകും. തദ്ദേശ തെരഞ്ഞെടുപ്പിലൊക്കെ വോട്ട് ജോലി സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് കൂടി നിയാസ് ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും തുടർച്ചയായി നിയമനങ്ങൾ പാർട്ടിയിൽ വലിയ ഭിന്നതയ്ക്ക് വഴിയൊരുക്കുകയാണ്. UDFനും ഒപ്പം മുന്നണിയിലും ഒന്നും ചർച്ച ചെയ്യാതെ നിയമനങ്ങൾ നടത്തുന്ന ആദ്യം വന്നത് അത് ഹൈക്കോടതിയിലെ സർക്കാർ അഭിഭാഷകരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. പിന്നീട് ഓരോ നിയമനങ്ങളും അത് വിവാദമാകുന്നു. അവിടെ യു-ടേൺ എടുക്കുന്ന രീതിയായിരുന്നു. പക്ഷേ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ കാര്യത്തിൽ ഒരു യു-ടേൺ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം ലോക്ഭവനിലേക്ക് ഇത് സംബന്ധിച്ച് ശുപാർശ എത്തിക്കഴിഞ്ഞു. ഇനി ലോക്ഭവനിൽ നിന്നും അത് ഒപ്പുവെക്കുക, അതിന് അംഗീകാരം നൽകുക എന്ന ഒരു സാങ്കേതികപരമായ നടപടി മാത്രമാണ്. അല്ലെങ്കിൽ വീണ്ടും അത് കത്തയക്കേണ്ടി വരും. മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമെടുത്ത് തിരുത്താനുള്ള കത്തയക്കേണ്ടി വരും. പക്ഷേ സംഘപരിവാർ ബാന്ധവുമുള്ള
ഈ എൻ ശേഷാദ്രിനാഥിന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറായി നിയമിക്കാനുള്ള തീരുമാനം വേഗത്തിലുണ്ടാകുമെന്നാണ് നമുക്ക് ഒടുവിൽ ലോക് ഭവനിൽ നിന്ന് ലഭിക്കുന്ന വിവരം. ശരി, റോഷി പാലാണ് വിശദാംശങ്ങൾ നൽകിയത്.